ഒരാൾ നമുക്ക് സുഗന്ധം തന്നാൽ അത് തട്ടാൻ പാടില്ല. ഒരാള് നമുക്ക് അത്ര ഇങ്ങനെ പുരട്ടിത്തരിക, പുരട്ടിത്തരുന്ന സമയത്ത് അതിനെ നിരസിക്കാൻ പാടില്ല എന്നാ മസ്അല. എന്നാൽ ഞാൻ നോമ്പനുഷ്ഠിച്ചിങ്ങനെ പോകുമ്പോ ഒരാൾ അത്തർ പുരട്ടി തന്നാലോ, അപ്പോ അത്തർ പുരട്ടലും കറാഹത്താണ്, നിരസിക്കലും കറാഹത്താണ്. അപ്പൊ ഏതിനാ മുൻഗണന നൽകേണ്ടത്? അത്തർ പുരട്ടരുത് എന്ന് പറയുക, അത്തർ പുരട്ടരുത് എന്ന് പറയുക. കാരണം എന്താ? ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് എനിക്ക് പുരട്ടി തരണ്ട എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിരസിക്കുന്നത് കൊണ്ട് അവിടെ കറാഹത്ത്, അത് കറാഹത്താണ്, ഇതും കറാഹത്താണ്. അപ്പോ അതിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, നോക്കേണ്ടത്. ഒരാൾ അത്ര ഇങ്ങനെ പുരട്ടി തരുന്ന സമയത്ത് ഓലോട് വേണ്ടെന്നറിയാം. ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിക്കണം, നോമ്പ് അവസാനമൊക്കെ ആയാലേ പെരുന്നാളിന് അത്ര പുരട്ടലൊക്കെ സുഗന്ധം ഉപയോഗിക്കലൊക്കെ പ്രത്യേകം സുന്നത്താ. അപ്പൊ അതിന്റെ കച്ചവടമൊക്കെ വളരെ വ്യാപകമായി നടക്കുന്ന സമയത്ത് നമുക്ക് പുരട്ടി തരും. അത് പാടില്ല എന്ന് പറയണം.